നമസ്കാരം. നന്ദിക്കല്യാണം പാർത്താൽ മുന്തിക്കല്യാണം എന്ന് തമിഴിലൊരു ചൊല്ലുണ്ട്. വിവാഹ തടസ്സം മാറാൻ വ്രതങ്ങൾ, പൂജകൾ, പരിഹാരക്ഷേത്രങ്ങൾ എത്രയോ ഭൂമിയിലുണ്ട്. എന്നാൽ അത്രയൊന്നും കഷ്ടപ്പെടാതെ ക്ഷേത്രത്തിൽ നടക്കുന്ന നന്ദി തിരുക്കല്യാണ വൈഭവത്തിൽ ആത്മാർത്ഥമായി പങ്കുകൊണ്ടാൽ വിവാഹം ശീഘ്രം നടക്കും എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு വൈദ്യനാഥ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ അരിയലൂർ ജില്ലയിൽ തിരുമഴൈപ്പാടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ, വൈദ്യനാഥ സ്വാമി, വജ്രത്തൂൺനാഥർ, വജ്രസ്തംഭനാഥർ എന്നീ നാമങ്ങളിലും ദേവി പാർവതി, സുന്ദരാംബികെ, ബാലാംബികെ എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും നന്ദിദേവന്റെ വിവാഹം നടക്കുന്ന തമിഴ്നാട്ടിലെ ഒരേ ഒരു ക്ഷേത്രമാണിത്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും മൂലവർക്കും തായാർക്കും വർഷത്തിൽ 1-2 പ്രാവശ്യം തിരുക്കല്യാണം നടക്കുന്നത് സാധാരണയാണ്. എന്നാൽ ശിവഭഗവാൻ തന്നെ നേരിട്ടെഴുന്നള്ളി തൻ്റെ മകനായി ഏറ്റെടുത്ത നന്ദികേശന്റെ വിവാഹം നടത്തിവെക്കുന്ന ഏക സ്ഥലമാണ് തിരുമഴൈപ്പാടി. ഇതിൽ പങ്കെടുക്കാൻ അവിവാഹിതരുടെ തിരക്കാണ് അന്നേ ദിവസം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടലിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 54-ാമത്തേതാണ് തിരുമഴൈപ്പാടി വൈദ്യനാഥ സ്വാമി തിരുക്കോവിൽ. 63 നായന്മാരിൽ അപ്പർ സ്വാമികൾ 2-ഉം തിരുജ്ഞാന സംബന്ധർ 3-ഉം സുന്ദരമൂർത്തി നായനാർ 1 പതികവും ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഒരു നാൾ ശിവസ്ഥല യാത്രക്കിടയിൽ തിരുവാലമ്പൊഴിയിൽ എത്തിയ സുന്ദരർക്ക് "സുന്ദര, നീ എന്നെ മറന്നോ" എന്ന അശരീരി കേട്ടപ്പോൾ അരികിൽ എവിടെയെങ്കിലും ശിവൻകോവിലുണ്ടോ എന്ന് അദ്ദേഹം കൂടെയുള്ളവരോട് അന്വേഷിച്ചു. മഴപ്പാടിയിൽ ഒരു ശിവൻകോവിലുണ്ട് എന്ന് പറഞ്ഞതും സുന്ദരർ അവിടെ എത്തി. "ഭഗവാനെ, താങ്കളെ മറന്ന് ഞാൻ ആരെ ഓർമ്മിക്കാൻ" എന്ന് ചോദിച്ചുകൊണ്ട് പതികം പാടി എന്നൊരു കഥയുമുണ്ട്. ശിവഭക്തർക്ക് വളരെ പ്രിയങ്കരമായ "പൊന്നാർ മേനിയനെ" എന്ന് തുടങ്ങുന്ന പതികത്തെ സുന്ദരമൂർത്തി നായനാർ പാടിയത് ഇവിടെ വെച്ചാണ്. ഈ പ്രദേശത്തിന് മഴപ്പാടി എന്നും പേര് വരാൻ കാരണം ഇങ്ങനെയാണ്. മുമ്പുകാലത്ത് വെള്ളാറിനും വടകാവേരിക്കുമിടയിലുള്ള ഈ പ്രദേശത്ത് മഴവർകൾ എന്ന ആദിവാസി ഗോത്രക്കാർ വസിച്ചു വന്നിരുന്നു. ചോഴർ കാലത്തിൽ അവർക്ക് സഹായത്തിനായി ചേരരുടെ മഴവർപ്പട ഇവിടെ തങ്ങിയിരുന്നതിനാലും മാർക്കണ്ഡേയ മഹർഷിക്ക് ഈ ക്ഷേത്രത്തിലെ മൂലവർ മഴു ഏന്തി നടന ദർശനം കൊടുത്തതിനാലും മഴുവാടി എന്ന നാമം കാലക്രമേണ മഴപ്പാടി എന്നായി മാറി. മഴുവേന്തി ശിവഭഗവാൻ നടനം ചെയ്യുന്ന ശില്പം ക്ഷേത്രത്തിലുണ്ട്. പുരാണപ്രകാരം ചന്ദ്രഭഗവാൻ തൻ്റെ ഭാര്യമാരിൽ രോഹിണിയോട് മാത്രം അധിക സ്നേഹം പ്രകടിപ്പിച്ചതിന് മറ്റ് ഭാര്യമാർ ചന്ദ്രനെ ശപിച്ചതിനാൽ ചന്ദ്രന്റെ ഭംഗി നഷ്ടപ്പെട്ടു. ചന്ദ്രൻ ഈ ക്ഷേത്രത്തിൽ തപസ് ചെയ്തപ്പോൾ ഭഗവാൻ വൈദ്യനാഥരായി ചന്ദ്രന്റെ അഭംഗി മാറ്റി. ഒരു മഹർഷിയുടെ ശാപത്തിനാൽ കുഷ്ഠരോഗം പിടിപെട്ട ലക്ഷ്മി ദേവി ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പൂജിച്ച് ശാപം മാറ്റി. ക്ഷേത്രത്തിൽ സുന്ദരാംബിക അമ്മൻ സന്നിധിക്കെതിരിലുള്ള തീർത്ഥക്കുളത്തിൽ നീരാടി യഥാവിധി പ്രാർത്ഥിച്ചാൽ ചർമ്മരോഗങ്ങൾ മാറും എന്നാണ് വിശ്വാസം. വസിഷ്ഠ മഹർഷി, ബ്രഹ്മാവ്, ഇന്ദ്രൻ, നന്ദി ഭഗവാൻ, വ്യാഘ്രപാദ മഹർഷി എന്നിങ്ങനെ പല ദിവ്യരും ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ബ്രഹ്മദേവൻ സത്യലോകത്തിൽ വെച്ച് പൂജിച്ചിരുന്ന ശിവലിംഗം പുരുഷമൃഗം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠ ചെയ്ത് പൂജിച്ചു. ഇത് തിരിച്ചെടുക്കാൻ ഇന്ദ്രനൊപ്പം എത്തിയ ബ്രഹ്മാവ് പല വഴിയിൽ പ്രയത്നിച്ചിട്ടും ശിവലിംഗം ഇളക്കിയെടുക്കാൻ സാധിച്ചില്ല. ഇതുകണ്ട ഇന്ദ്രൻ ശിവലിംഗം വൈരത്തൂൺ പോലെ ഉറച്ചുപോയി എന്നഭിപ്രായപ്പെട്ടു. അതിനാൽ ഭഗവാന് വൈരത്തൂൺനാഥർ എന്നും നാമമുണ്ട്. അപ്പർ സ്വാമികളുടെ പതികത്തിൽ ഇത് പരാമർശിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഐതിഹ്യം നന്ദിദേവനെ കുറിച്ചാണ്. തിരുവയ്യാറിന് അരികിൽ അന്തണപുരം എന്ന ഗ്രാമത്തിൽ തൻ്റെ പർണശാല നിർമ്മിച്ച് ജീവിച്ചു വന്നിരുന്നു ശിലാദമുനിയും ഭാര്യ ചിത്രവതിയും. വിവാഹിതരായി ഏറെ നാളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത അവർ മനുഷ്യരെ പോലെ പിറക്കാത്ത ദൈവിക ശിശു വേണമെന്നാഗ്രഹിച്ച് ആയിരക്കണക്കിന് വർഷം അയ്യാറപ്പറെ തപസ് ചെയ്തു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടിയാഗം നടത്താൻ നിലമുഴുതുമ്പോൾ ഒരു സ്വർണ്ണപ്പെട്ടി അവർക്ക് കിട്ടി. അതിനുള്ളിലുണ്ടായിരുന്ന ദൈവിക ശിശുവാണ് ശൈലാദി, ചെപ്പേശ്വർ എന്നെല്ലാം അറിയപ്പെടുന്ന നന്ദി. മഹർഷി മകനെ 16 കലകളും പഠിപ്പിച്ച് വളർത്തി. പക്ഷേ 16 വയസ്സുവരെയേ കുട്ടിക്ക് ആയുസുള്ളൂവെന്ന് മനസ്സിലാക്കിയ ശിലാദ മഹർഷിയും നന്ദിയും അയ്യാറപ്പർ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് വർഷം രുദ്രജപം തുടർന്നു. തപസിൽ സംപ്രീതനായി ഭഗവാൻ നന്ദിക്ക് 16 ശെൽവങ്ങളും നൽകി അഭിഷേകം നടത്തി മകനായി ഏറ്റെടുത്തു. മുരുകനെയും ഗണപതിയെയും പോലെ ഒരു സ്ഥാനം കൊടുത്ത് ഭൂതഗണങ്ങളുടെ തലവനാക്കി കൈലാസത്തിന്റെ കാവൽ ചുമതലയും ഏൽപ്പിച്ച ക്ഷേത്രമാണ് തിരുവയ്യാർ അയ്യാറപ്പർ ക്ഷേത്രം. അങ്ങനെയിരിക്കെ കണ്ണിമ വെട്ടാതെ എല്ലാ നേരവും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിദേവന് ഒരു വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അയ്യാറപ്പർ ആഗ്രഹിച്ചു. അതിനായി വസിഷ്ഠ മഹർഷിയുടെ പൗത്രിയും വ്യാഘ്രപാദ മഹർഷിയുടെ പുത്രിയുമായ സ്വയസാംബികയെ നന്ദിക്കായി ഭഗവാൻ തെരഞ്ഞെടുത്തു. വധുവിന്റെ ഗ്രാമമായ തിരുമഴൈപ്പാടി വൈദ്യനാഥ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത്. വിവാഹത്തിന് പഴങ്ങൾ നൽകിയ ഗ്രാമമാണ് തിരുപ്പഴണം. ആഹാരം തയ്യാറാക്കിയത് തിരുച്ചോറ്റുതുറൈ ഗ്രാമം. വധുവിനണിയാൻ ആഭരണങ്ങൾ നൽകിയത് തിരുക്കണ്ടിയൂർ. പൂക്കൾ സമ്മാനിച്ച ഗ്രാമം തിരുപ്പൂന്തുരുത്തി. നെയ് നൽകിയത് തിരുനെയ്ത്താനം. വിവാഹകർമ്മങ്ങൾക്കുള്ള ആചാര്യന്മാർ എത്തിയത് തിരുവേൾവിക്കുടിയിൽ നിന്ന്. നന്ദിദേവൻ ഗൃഹസ്ഥാശ്രമിയായി വളരെ കാലങ്ങൾക്ക് ശേഷം ഭഗവാന്റെ ഋഷഭവാഹനമാക്കണമെന്ന അഭ്യർത്ഥനയോടെ തപസ്സനുഷ്ഠിച്ചത് ശ്രീശൈലത്താണ്. അതിനാൽ തന്നെ തിരുമഴൈപ്പാടി ക്ഷേത്രത്തിൽ മനുഷ്യമുഖത്തോടെയുള്ള നന്ദിദേവന്റെ പ്രതിഷ്ഠയും
നന്ദിദേവൻ വിവാഹവേഷത്തിൽ ഭാര്യയോടൊപ്പം നിൽക്കുന്ന പ്രതിഷ്ഠയുമുണ്ട്. ഇന്നും അന്തനർകുറിച്ചി ഗ്രാമത്തിൽ നന്ദിദേവന്റെ പിറന്നാൾ ഉത്സവവും തിരുമഴപ്പാടിയിൽ വിവാഹവും ഗംഭീരമായി കൊണ്ടാടുന്നു. വിവാഹം നടത്തിവെക്കാൻ അയ്യാറപ്പർ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് പോലെ തിരുവയ്യാർ സപ്തസ്ഥാന ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ നന്ദിദേവൻ ഇവിടെ നിന്ന് എഴുന്നള്ളുന്ന വൈഭവവും വളരെ ഗംഭീരമായി ക്ഷേത്രത്തിൽ നടക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വർഷാവർഷം നടക്കുന്ന നന്ദിദേവന്റെ വിവാഹ ചടങ്ങുകൾ ഇപ്രകാരമാണ്. പങ്കുനിമാസം പുണർദം നക്ഷത്രത്തിലാണ് നന്ദി സ്വയസാംബികെ തിരുക്കല്യാണം നടക്കുന്നത്. തലേ ദിവസം ഈ ക്ഷേത്രത്തിൽ നന്ദിദേവന്റെ പിറന്നാൾ ഉത്സവവും തിരുവയ്യാർ അയ്യാറപ്പർ കോവിലിൽ നന്ദിദേവന് പട്ടാഭിഷേകവും നടക്കും. നന്ദി തിരുക്കല്യാണ ദിവസം അയ്യാറപ്പർ സ്വാമി അറംവളർത്ത നായകി തായാരോടൊപ്പം കണ്ണാടിപ്പല്ലക്കിൽ തിരുമഴപ്പാടി വൈദ്യനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. നന്ദിദേവന്റെ ഉത്സവമൂർത്തി വരന്റെ വേഷമായ പട്ടുഷർട്ടും വേഷ്ടിയും അണിഞ്ഞ് ശിരസിൽ വെള്ളിത്തലപ്പാവോടെയും കയ്യിൽ ചെങ്കോലോടെയും കുതിരവാഹനത്തിൽ സംഗീതമേളത്തോടെ എത്തുന്നു. ക്ഷേത്രത്തിൽ വരന്റെ സംഘം എത്തുമ്പോൾ ഈ ക്ഷേത്രത്തിലെ മൂലവർ വൈദ്യനാഥ സ്വാമി സുന്ദരാംബിക തായാരോടൊപ്പം അവരെ സ്വീകരിച്ചു കൊണ്ടുപോയി കോവിലിന്റെ മുന്നിൽ തയ്യാറാക്കിയ കല്യാണമേടയിലേക്ക് കൊണ്ടിരുത്തുന്നു. പിന്നീട് തിരുമണമേടയിൽ നന്ദിദേവനും സ്വയസാംബികയ്ക്കും മഞ്ഞൾ, ചന്ദനം, വിഭൂതി, തേൻ, പനിനീർ, പഞ്ചാമൃതം, ഇളനീർ, പാൽ, തൈര്, ദ്രവ്യപ്പൊടി എന്നിങ്ങനെ പല വസ്തുക്കളാൽ അഭിഷേകം നടക്കുന്നു. രണ്ട് ദൈവങ്ങളുടെയും നടത്തിപ്പിൽ നന്ദിദേവൻ സ്വയസാംബികയ്ക്ക് താലി ചാർത്തുന്ന ചടങ്ങാണ് അടുത്തത്. അതിനുശേഷം ദീപാരാധന കാണിക്കുന്നു. ഇത് ദർശിക്കാനെത്തുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രസാദം നൽകുന്നതാണ് അടുത്ത ചടങ്ങ്. നന്ദിക്കല്യാണം പാർത്താൽ മുന്തിക്കല്യാണം എന്ന ചൊല്ല് ഉണ്ടായ ക്ഷേത്രമാണിത്. ഇത് ദർശിക്കുന്ന വിവാഹത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അടുത്ത വർഷം ഈ ക്ഷേത്രത്തിൽ നന്ദിദേവന്റെ വിവാഹ ഉത്സവത്തിന് മുമ്പ് വിവാഹം നടന്നിരിക്കും എന്നതാണ് അതിശയം. ഭക്തർക്ക് അവരവരുടേതായ രീതിയിൽ നന്ദിദേവന്റെ വിവാഹത്തിനുള്ള അഭിഷേക സാധനങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അവരവരുടെ പ്രാപ്തിക്കനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യാം. ഒരുപാട് വ്രതമെടുത്തും ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പല പൂജകൾ ചെയ്തും ഫലമില്ലാത്തവർ ഈ ക്ഷേത്രത്തിലെത്തി നന്ദിക്കല്യാണം ദർശിച്ചതിന് ശേഷം വേഗം കാര്യങ്ങൾ കൈക്കൂടി എന്നതാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ ഭാഷ്യം. വിവാഹ തടസ്സം മാറ്റുന്ന തിരുമണഞ്ചേരിയെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 10 ഏക്കർ വിസ്തൃതിയുള്ളതും 7ഉം 5ഉം നിലകളുള്ള ഗോപുരങ്ങളോടുകൂടി കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന തിരുമഴപ്പാടി വൈദ്യനാഥ സ്വാമി തിരുക്കോവിൽ 1026-ൽ രാജേന്ദ്ര ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. രാജരാജ ചോഴൻ ഒന്നാമന്റെ കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ഈ പ്രദേശത്ത് കൊള്ളിടംമാറ് ഉത്തരവാഹിനിയായാണ് ഒഴുകുന്നത്. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് രണ്ടാമത്തെ ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഈ ബ്രഹ്മാണ്ഡ ക്ഷേത്രത്തിന് കരുവറയിൽ ശ്രീ പരമേശ്വരൻ വൈദ്യനാഥ സ്വാമി എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ഭഗവാന്റെ സന്നിധിക്കരികിലായി 2 നന്ദിപ്രതിഷ്ഠകൾ, ഇടയിൽ 3 കുഴികൾ. ഇവ നവഗ്രഹങ്ങളായി കണക്കാക്കി ഭക്തർ നേദീപം തെളിയിച്ച് നവഗ്രഹ ദോഷങ്ങൾ മാറ്റുന്നു. ഭഗവാൻ തൃക്കണ്ണാൽ നവഗ്രഹങ്ങളെ ഭസ്മമാക്കിയ ഐതിഹ്യത്താൽ ക്ഷേത്രത്തിൽ നവഗ്രഹ സന്നിധിയില്ല. മയിലാടുതുറ വൈത്തീശ്വരൻ കോവിലിൽ നേർച്ചകൾ നേർന്ന് നടത്താൻ പറ്റാത്തവർ ഇവിടെ നടത്തിയാലും മതി എന്നൊരു വിശ്വാസവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ 2 ദക്ഷിണാമൂർത്തി. ബ്രഹ്മദേവന് മുന്നിലെ 4 നന്ദികൾ 4 വേദങ്ങളാണെന്നാണ് ഐതിഹ്യം. നടരാജർ സന്നിധിക്കടുത്ത് നന്ദിദേവന് മനുഷ്യമുഖത്തോടെയുള്ള തനി സന്നിധിയും ഭാര്യയോടൊപ്പമുള്ള വേറെ പ്രതിഷ്ഠയുമുണ്ട്. ബ്രഹ്മശിര കണ്ടീശ്വര ക്ഷേത്രവും ഹരശാപ വിമോചന പെരുമാൾ ക്ഷേത്രവും ഇവിടെ അടുത്താണ്. ദേവി ബാലാംബികയ്ക്കും സുന്ദരാംബികയ്ക്കും പ്രത്യേകം സന്നിധികളുണ്ട്. ദേവി ബാലാംബികയെ തെക്ക് ദർശനമായും സുന്ദരാംബികയെ കിഴക്ക് ദർശനമായും ദ്വാരപാലികമാർ കാവൽ നിൽക്കുന്ന കരുവറയ്ക്കുള്ളിൽ അനുഗ്രഹം ചൊരിയുന്നു. വിവാഹം നടന്നു കിട്ടിയവർ ദേവിക്ക് വസ്ത്രം ചാർത്തി കുപ്പിവളകൾ സമർപ്പിക്കുന്നു. പല മണ്ഡപങ്ങളും പ്രകാരങ്ങളുമുള്ള ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ അഘോര വീരഭദ്രർ, വള്ളിദേവയാനി സമേത മുരുകൻ, വിനായകർ, 63 നായന്മാർ, ഇരട്ട നന്ദി, സോമസ്കന്ദർ, കാർത്യായനി അമ്മൻ, ജ്വരഹരേശ്വരർ, മഴുവാടീശ്വരർ, വിശ്വനാഥർ വിശാലാക്ഷി, അയ്യാറപ്പർ, ചണ്ഡികേശ്വരി, ദക്ഷിണാമൂർത്തി, സ്വക്കനാഥർ മീനാക്ഷി, മാർക്കണ്ഡേയർ, കൈലാസനാഥർ, മഹാവിഷ്ണു മഹാലക്ഷ്മി, സരസ്വതി, സുന്ദരരും ഭാര്യയും, ശിവദുർഗ, ബ്രഹ്മാവ്, ഗജസംഹാരമൂർത്തി, ഭൈരവർ, മനുഷ്യമുഖത്തോടെ നന്ദികേശ്വരർ, സ്വയസാംബിക എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രവൃക്ഷം പനമരം. ക്ഷേത്രതീർത്ഥം ലക്ഷ്മി തീർത്ഥം, ശിവഗംഗെ തീർത്ഥം, കൊള്ളിടംമാറ്. കാമിക ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, അമാവാസി, മഹാശിവരാത്രി, ഐപ്പശി അന്നാഭിഷേകം, നന്ദി തിരുക്കല്യാണം, സപ്തസ്ഥാന ഉത്സവം, തൃക്കാർത്തിക എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. പൂജാസമയം രാവിലെ 6:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ലാൽഗുഡിയിൽ നിന്ന് 28 കിലോമീറ്റർ, തിരുവയ്യാറിൽ നിന്ന് 16 കിലോമീറ്റർ, പുള്ളമ്പാടിയിൽ നിന്ന് 20 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അരിയലൂർ, പുള്ളമ്പാടി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.